മത്സര പരീക്ഷാ പരിശീലനത്തിന് ഇറങ്ങുമ്പോൾ ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ വീഡിയോ ക്ലാസ്സുകൾ മുഴുവൻ എങ്ങനെ കണ്ടു തീർക്കും എന്നുള്ളത്. സാറ് പറഞ്ഞ എല്ലാ പോയിന്റും അവർ കിട്ടുകയും വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് കേരള PSC രംഗത്ത് ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു AI ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് കുറച്ചും കൂടി പരിശീലനം എളുപ്പമായി കൊടുക്കുന്ന തരത്തിൽ പല നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മത്സര പരീക്ഷാ പരിശീലനത്തിന് ഇറങ്ങുമ്പോൾ ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ വീഡിയോ ക്ലാസ്സുകൾ മുഴുവൻ എങ്ങനെ കണ്ടു തീർക്കും എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാര മാർഗവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പുതിയൊരു സാങ്കേതിക വിദ്യ, AI സാങ്കേതിക വിദ്യ ഈ PSCയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ PSC പരിശീലനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതെ സാറേ, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ എൻട്രിയുടെ എഞ്ചിനീയറിംഗ് ടീം ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്ത സംഭവം ഇതാണ്. അതായത് നമ്മുടെ എൻട്രി ആപ്പിലാണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ക്ലാസ്സുകൾ, യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ അരമണിക്കൂർ ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഒരു 3 ക്ലാസ്സുകൾ കാണാനുള്ളൊരു ക്ഷമ പലർക്കും ഉണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ക്ലാസ് കാണേണ്ടിയില്ല. അതെ, അതിനോട്ട് മാത്രം കിട്ടിയാൽ മതിയായിരിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ചില സബ്ജക്റ്റിൽ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടി ചെക്ക് ചെയ്താൽ മതിയായിരിക്കും. അപ്പം ചിലപ്പോൾ ചിലപ്പോൾ സാറ് PPT ചിലപ്പോൾ സാറ് പറഞ്ഞ ചിലപ്പോൾ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾ ഇപ്പം വീഡിയോ ക്ലാസ് ആകുന്ന PDF മാത്രമായിട്ട് നോക്കുന്നവരുണ്ട്. പക്ഷെ സാറ് ആ വീഡിയോക്ക് അത് വേറെ എന്തെങ്കിലും പറഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതവർക്ക് മിസ്സാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഇഷ്യൂ പരിഹരിക്കണം. അവർക്ക് സാറ് പറഞ്ഞ എല്ലാ പോയിന്റും അവർക്ക് കിട്ടുകയും വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്നാണ് നമ്മുടെ ടീമും എഞ്ചിനീയറിംഗ് ടീമും അതിനുവേണ്ടി വർക്ക് ചെയ്ത്. അങ്ങനെയാണ് കേരള PSC രംഗത്ത് ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു AI ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് കുറച്ചും കൂടി പരിശീലനം എളുപ്പമായി കൊടുക്കുന്ന തരത്തിൽ പല നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഡിഗ്രി ലെവലിൽ മാത്രമാണ് നമ്മളിത് തുടക്കം. നമ്മൾ ഡിഗ്രി എല്ലാ ലെവലിലേക്കും വരും. നിലവിൽ ഡിഗ്രി ലെവലിലാണ് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഡിഗ്രി ലെവൽ മാത്രമല്ല, SSC എല്ലാത്തിലും ഉണ്ട്. PSCയിൽ ഡിഗ്രി ലെവലിൽ മാത്രമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ക്ലാസ് എടുക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നന്ദു സാറിൻ്റെ ഒരു ഇന്ത്യൻ എക്കോണമി ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ക്ലാസ് എടുത്ത് ക്ലാസ്സിൻ്റെ താഴെ തന്നെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുമോ, ആസ്ക് ടു എന്നും പറഞ്ഞിട്ട് AI എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് കാണിക്കും. സമ്മറൈസ് ദിസ് വീഡിയോ, ഗെറ്റ് നോട്ട്സ് ഫ്രം ദിസ് വീഡിയോ, രണ്ടും കാണിക്കും. അപ്പോൾ അതിൽ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ടോപ്പിക് സംക്ഷിപ്ത രൂപം കറക്റ്റായിട്ട് എന്താണ് ഈ പറയുന്ന കണ്ടന്റ് എന്നുള്ള കറക്റ്റായിട്ട് കിട്ടും. ഇനി അതല്ല, ഈ നോട്ട്സ് കൃത്യമായിട്ട് സാറ് വീഡിയോയിൽ പറയുന്ന കറക്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അങ്ങനെയാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിനകത്തൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമല്ല, മലയാളത്തിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സമ്മറൈസ് ദിസ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇതാണ്, വളരെ സെക്കൻഡുകൾ കൊണ്ട് ആ വീഡിയോ നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് നോട്ട് പോലും തരികയാണ്. ഇനി നമുക്കിപ്പോൾ നോട്ട് വന്നതിന് ശേഷം ആദ്യം നമുക്ക് ഇംഗ്ലീഷിലാണ് അത് വരുന്നത്. അതിനുശേഷം നമ്മളവിടെ നീഡ് ഇൻ മലയാളം എന്ന് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ സാധനം മലയാളത്തിൽ മലയാളത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ നീഡ് ഇൻ മലയാളം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ അത് മലയാളത്തിലേക്ക് നമുക്ക് ആയി വരുന്നതാണ്. അപ്പോൾ ഇവിടെ വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ AI സാങ്കേതിക വിദ്യ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ ഗോൾഡ് ബാച്ചിൽ, മെന്റർഷിപ്പ് ബാച്ചിൽ AIയുടെ കാർഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാർക്ക് ഷീറ്റ്, പ്രോഗ്രസ് കാർഡൊക്കെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നോർമലിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അതിന് വേറെ രൂപം കിട്ടുന്നുണ്ട്. ഗോൾഡിൽ വേറൊരു എക്സ്ട്രാ ഫീച്ചറാണ്. നമ്മുടെ നോർമലിലാണെങ്കിലും കുട്ടികൾ കൃത്യമായിട്ട് കിട്ടും. സാറിന് നോക്കിയാണ്ടോ മലയാളത്തിൽ അതിൻ്റെ ഈ വീഡിയോയിൽ പാഠം പരാജയപ്പെടുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു പുതിയ വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നു. മെയിൻസിൽ 2 പേപ്പറിലുണ്ട്, ജനറൽ സ്റ്റഡീസ്. അപ്പോൾ സാർ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് മാത്രമല്ല സാർ, ഇവിടെ ഈ വീഡിയോ സമ്മറൈസോ അല്ലെങ്കിൽ ഈ പറയുന്ന നോട്ട്സിന്റെ ഇത് മാത്രമല്ല കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം വെച്ചപ്പോൾ നമ്മളിപ്പോൾ ഈ വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ AIയോട് മെസ്സേജ് അയക്കുകയാണ്, എനിക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വേണം. അത് ഓപ്ഷൻ വെച്ച് വേണം. നല്ല പ്രാധാന്യമുണ്ട്. കാരണം ഒരു ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അവിടെ നിന്നുള്ള മാക്സിമം ചോദ്യങ്ങൾ ഉണ്ടാക്കി ശീലിച്ചാൽ മാത്രമാണ് ഇവർക്ക് ടൈം മാനേജ്മെന്റ്. ഒരു പരീക്ഷ ഹാളിൽ ഇപ്പോൾ ഇവർക്ക് 100 ചോദ്യങ്ങളും, പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഈ 1.5 മണിക്കൂർ 100 ചോദ്യങ്ങളും ചെയ്തു തീർക്കാൻ പലർക്കും പറ്റാറില്ല. 100-ലൂടെ കടന്നു പോകാൻ പറ്റാറില്ല. അവർ അറിയോ ഇല്ലയോ എന്നുള്ള അവിടെ നിൽക്കട്ടെ, 100-ലൂടെ കടന്നു പോകാൻ പറ്റാറില്ല. അപ്പോൾ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ചോദ്യങ്ങൾ മാക്സിമം പരിശീലിക്കാനുള്ള ഒരു പ്രധാന കാര്യമാണ്. അതെ, അത് സാർ. അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു 1 വേർഡ് പോലത്തെ നമ്മുടെ പഴയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് 4 ഓപ്ഷൻ ചേർത്ത് തരാൻ പറഞ്ഞാൽ അത് അങ്ങനെ ആക്കി തരും. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം, നീഡ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം നമുക്ക് തരും. അതിന് ക്വസ്റ്റ്യൻ മാത്രമായിട്ടും തരും. നമ്മൾ വിത്ത് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് എഴുതി തരും. അപ്പോൾ ഇത് വേറെ രീതിയിൽ ഉദ്യോഗാർത്ഥികൾ ഗുണം ചെയ്യും. അപ്പോൾ ഈ ഒരു സബ്ജക്ട് അത്യാവശ്യം അറിയുന്ന ഒരാളെന്ന് വിചാരിക്കുക. അപ്പോൾ ക്ലാസ് തീരെ കാണണ്ട, ക്ലാസ് കാണുന്നേ ഇല്ല.
ഇവിടെ എന്തൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ എക്സ്പേർട്ട് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുറേ ക്വസ്റ്റൻസ് ഇതിൽ നിന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ആ ഒരു ക്ലാസ് പഠിക്കാതെ തന്നെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്കിന് വിടാൻ പറ്റും, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റും. അതെ അതെ. അപ്പോൾ സാർ, അപ്പോൾ ഇത് എന്തായാലും ഇത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മുടെ എഞ്ചിനീയറിംഗ് ടീം ആണെങ്കിലും ഇതിനെ വലിയൊരു ഇമ്പാക്റ്റ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന പ്രതീക്ഷ. കാരണം ഇത്ര നാളത്തെ നമ്മുടെ ഡേറ്റാസിൽ നിന്നാണ് നമ്മൾ ഇങ്ങനൊരു സംഭവത്തിലേക്ക് കടന്നത്. കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും സമയം വളരെ കുറവാണ്. എല്ലാവർക്കും പഠിക്കാൻ ജോലി ചെയ്ത് പഠിക്കുന്നവരുണ്ടാവും സാർ. പറയുന്ന പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ ഇരിക്കാൻ ഒരു മടി വരും. ഇത് പ്രത്യേകിച്ച് ഇന്ന് ആവശ്യമാണ്. കാരണം ഇന്ന് തന്നെ കുട്ടികൾ തന്നെ വീഡിയോ ക്ലാസ്സുകൾ പലരും കാണുക 1.5x 2x ആ രീതിയിലൊക്കെയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും. കാരണം കുറേ സമയം ലാഭിക്കാൻ പറ്റും. ഈ ക്ലാസ് 1.5ലും കാണണ്ട, 2xലും കാണണ്ട, അത്യാവശ്യം ധാരണയുള്ളതാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിലുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് പരിശീലിച്ച് ഞാൻ ആ ഒരു ടോപ്പിക്കിൽ സ്ട്രോങ് അല്ലേ എന്നുള്ള ഉറപ്പ് വരുത്തിയാൽ മതി. ഇതിൽ ഇതിപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിൽ ആയതുകൊണ്ട് തന്നെ സെക്രട്ടറി ടെസ്റ്റിന് ഇത് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ കോഴ്സിൽ ഇപ്പോൾ ഒരു ദിവസം ഡേ വൈസ് ആയിട്ട് 3 വീഡിയോ 4 വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ആ വിദ്യാർത്ഥികളുടെ സ്ട്രോങ് ഏരിയ ഏതാണെങ്കിൽ ആ വീഡിയോ ചിലപ്പോൾ മൊത്തം കാണേണ്ടില്ല. നേരെ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇത് ആസ്ക് ചോദിക്കുമ്പോൾ ആ വീഡിയോ ഫുൾ ഇത് കിട്ടും. അത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കാം. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസ് അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് തരും. അപ്പോൾ മാക്സിമം അത് ഇപ്പോൾ തുടക്കത്തിലാണ്, ഇത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഇത് പൊളിയാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് വിദ്യാർത്ഥികൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം വിദ്യാർത്ഥികൾ ഇത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇപ്പോൾ സാറ് നമ്മുടെ നോർമൽ കോഴ്സൊക്കെ തന്നെയാണ് ഇപ്പോൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ 1990 റേഞ്ചിലാണ് നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. നോർമൽ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ മാക്സിമം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഗോൾഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ AI ഫീച്ചേഴ്സ് വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫീച്ചർ ഈ വിദ്യാർത്ഥികൾക്കും നമുക്ക് നോർമൽ കോഴ്സ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. നിലവിലിപ്പോൾ ഡിഗ്രി ലെവലിലാണ് അവൈലബിൾ. നിലവിൽ ഡിഗ്രി ലെവലിലാണ് അവൈലബിൾ. ഭാവിയിൽ നമ്മൾ ബാക്കിയുള്ള 10th ലെവൽ, ഡിഗ്രി +2 ലെവലിലേക്ക് കൂടെ നമ്മളിത് വ്യാപിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട, ഏതായാലും വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ. നമുക്ക് വളരെയധികം സമയം ലാഭിച്ച്, പ്രത്യേകിച്ച് ഒരു PSC പഠനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം പെട്ടെന്ന് തന്നെ ജോലി നേടുക എന്നുള്ളതാണ്. വർഷങ്ങൾ തയ്യാറെടുത്ത് കുറേ വർഷങ്ങൾ ചിലവഴിച്ചിട്ട് എപ്പോഴെങ്കിലും ജോലി കിട്ടിയിട്ട് കാര്യമില്ല. സർക്കാർ ജോലി നമ്മൾ നേടുന്നത് നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനും നല്ല രീതിയിൽ അങ്ങോട്ട് ജീവിച്ചു പോകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പെട്ടെന്ന് തന്നെ കിട്ടണം. അപ്പം നമുക്കൊരു ടൈമും വേസ്റ്റ് ചെയ്യാനില്ല. മാക്സിമം നമ്മൾ ഉപയോഗപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ട എല്ലാ ഗുണഗണങ്ങളും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ സാറേ, എനിക്ക് അതിനോടൊരു കാര്യമോട് കുട്ടികളോടൊന്ന് ഉറപ്പെടുത്തണം. കാരണം നമ്മളിപ്പോൾ കോഴ്സ് എടുക്കുന്ന പല വിദ്യാർത്ഥികളും നമുക്ക് ഓരോരുത്തരുടെ എൻഗേജ്മെൻറ്റ് അറിയാൻ പറ്റും. കൂടുതൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്താണ് എടുക്കുക എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ എക്സാംസ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത കുട്ടികളൊക്കെ നമുക്ക് റിസൾട്ടിലുണ്ട്. അവരെല്ലാവരും ആദ്യ റാങ്കിലുണ്ട്. പക്ഷേ കുറേ കുട്ടികളും വീഡിയോ ക്ലാസ് മാത്രം കണ്ട് അതിൻ്റെ PDF നോട്ട്സ് മാത്രം എടുത്തിട്ട് പോവാണ്. അവർ ഈ എക്സാംസിലേക്ക് കടന്നു വരുന്നില്ല. അവർ റിസൾട്ടിൽ കുറവാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കാരണം പഠിക്കുക, റിവിഷൻ ചെയ്യുക എന്നതിലുപരി എക്സാംസ് മാക്സിമം ചെയ്യുക എന്നുള്ള വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. എനിക്ക് സാറേ, നമുക്ക് തോന്നുന്നു മറ്റു പ്ലാറ്റ്ഫോമുകൾ വെച്ചിട്ട് എൻട്രിയുള്ള വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഇത്രത്തോളം എക്സാമുകൾ അവർക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ഡെയിലി കറണ്ട് അഫേഴ്സ്, അതിന് വീക്കിലി, മന്ത്ലി, അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ, സ്പെഷ്യലായിട്ട് സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികളുടെ ലെവൽ കൂട്ടാനായിട്ട് ലെവലപ്പ് എക്സാംസ് എന്നും പറഞ്ഞിട്ട് ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമോ വേറെ ഒന്നുമില്ല, സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ട് എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പം UPSCയുടെ അവിടുന്ന് ചോദ്യങ്ങൾ, പ്രിലിംസിൽ ചോദിച്ച ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ട് UPSC ആസ്പിരൻസ് തയ്യാറാക്കുന്ന PSC ലെവൽ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു സാറ് കുട്ടികൾ വളരെ കുറവാണ് സാർ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരും മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാം. നമ്മുടെ ആഗ്രഹം സാർ, ഇപ്പം ഒരു ചെറിയ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണെങ്കിലും വരുന്ന വിദ്യാർത്ഥിക്ക് ഈ കണ്ടന്റ് കൊണ്ട് പ്രയോജനം ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർ മാക്സിമം, നമ്മളിപ്പോൾ പറയുന്ന പോലെ സാർ, നമ്മൾ ഫ്രീലാൻസിനാണെങ്കിലും കണ്ടന്റ് എക്സ്പെർട്ടുകളൊക്കെ വെച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എൻട്രി ആപ്പിൽ കയറ്റുന്നത്. അപ്പോൾ അത് വിദ്യാർത്ഥികൾ അതിന് ഗുണം ഉണ്ടാക്കണം ഉപയോഗിക്കാനുള്ളതാണ്. ഇവർക്ക് തന്നെ നോക്കിയാൽ അറിയാം. പല റാങ്ക് ഹോൾഡേഴ്സിന്റെയും വീഡിയോ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവരിൽ ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യം മോഡൽ എക്സാം മാക്സിമം എക്സാമുകൾ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. അതിലൂടെ തന്നെയാണ് നമുക്ക് കുറേ തുല്യരിൽ നമ്മൾ ഒന്നാമനായിട്ട് മാറുന്നത്. അവസാനം ആ ഒരു രീതിയിലാണ്. അപ്പം എക്സാമുകൾ എഴുതുക, ചോദ്യങ്ങൾ മാക്സിമം പരിശീലിക്കുക, അത് തന്നെയാണ് ഏറ്റവും പ്രധാന വഴി എന്ന് പറയുന്ന വിജയത്തിലേക്കുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു കാര്യം കൂടെ എല്ലാവരും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താനുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെ സാർ. അപ്പം ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു AI ഫീച്ചർ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളൊരു കമൻറ്റ് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് ശേഷം എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ടൊരു കമൻറ്റ് ചെയ്യുക, ഇതെങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മാറ്റങ്ങൾ വേണമെന്ന് നമ്മൾ നിർദ്ദേശങ്ങളും അവർക്ക്. അതെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഈ AI ഫീച്ചർ. അതിന് ശേഷം ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുക മറക്കല്ലേ. ഓക്കെ.
അപ്പോൾ നാളെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്തല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണം, കമൻറ്റ് ചെയ്യണം മറക്കരുത്. ഓക്കെ, ബൈ.